TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ട്രാൻസ്ക്രിപ്ഷൻ ആണ്. സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലാർ ബയോളജി ഡിസ്കസ് ചെയ്തത് ഓർക്കുന്നുണ്ടാവുമല്ലോ. എന്താണത്? എങ്ങനെയാണ് ജനറ്റിക് ഇൻഫർമേഷൻ DNA-യിൽ നിന്നും കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് സെൻട്രൽ ഡോഗ്മയിൽ പറയുന്നത്. അപ്പോൾ DNA-യിൽ നിന്നും റെപ്ലിക്കേഷൻ നടന്നിട്ട് പുതിയ DNA ഉണ്ടാകുന്നു. ട്രാൻസ്ക്രിപ്ഷൻ എന്ന പ്രോസസ്സ് നടന്നിട്ട് mRNA ഉണ്ടാകുന്നു. mRNA-യിൽ നിന്നും ട്രാൻസ്ലേഷൻ എന്ന പ്രോസസ്സ് നടന്നിട്ട് പ്രോട്ടീൻ ഉണ്ടാകുന്നു. ഈ രീതിയിലാണ് ജനറ്റിക് ഇൻഫർമേഷൻ DNA-യിൽ നിന്നും കൈമാറി പ്രോട്ടീനിൻ്റെ രൂപത്തിലേക്ക് മാറ്റപ്പെടുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഘട്ടം, അതായത് DNA-യിൽ നിന്നും റെപ്ലിക്കേഷൻ നടന്നിട്ട് പുതിയ DNA ഉണ്ടാകുന്ന പ്രോസസ്സ് we have already discussed. Now we can discuss the next topic, that is transcription. ട്രാൻസ്ക്രിപ്ഷൻ എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ എന്നുള്ളത്? അതായത് the process of copying genetic information from one strand of the DNA into RNA is called transcription. ഇപ്പോൾ ജനറ്റിക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന മോളിക്യൂളാണ് DNA എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ സ്റ്റോർ ചെയ്ത് വച്ചിരിക്കുന്ന ജനറ്റിക് ഇൻഫർമേഷൻ പ്രോട്ടീനിൻ്റെ രൂപത്തിലേക്ക് മാറ്റം ചെയ്യപ്പെടുമ്പോഴാണ് അത് പൂർണ്ണമായിട്ടും റിവീൽ ചെയ്യപ്പെടുന്നത്. എന്ത് ജനറ്റിക് ഇൻഫർമേഷനാണ് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ഘട്ടമാണ് ആ ജനറ്റിക് ഇൻഫർമേഷനെ കോപ്പി ചെയ്തിട്ട് RNA-യുടെ രൂപത്തിലേക്ക് മാറ്റുക എന്നുള്ളത്. എന്ത് RNA ആണ്? മെസ്സഞ്ചർ RNA എന്നാണ് വിളിക്കുക. ദ പ്രോസസ് ഓഫ് കോപ്പിയിങ് ജനറ്റിക് ഇൻഫർമേഷൻ ഫ്രം one strand of the DNA into RNA is called transcription. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ. That is, the copying of genetic information from DNA to RNA is called transcription. ട്രാൻസ്ക്രിപ്ഷൻ നടക്കുമ്പോൾ DNA-യുടെ ഒരു സെഗ്മെൻറ്റ് മാത്രമേ ട്രാൻസ്ക്രൈബ് ചെയ്യപ്പെടുന്നുള്ളൂ. In transcription, only a segment of DNA and only one of the strand is copied into RNA. അപ്പോൾ DNA ഒരു ലെങ്തി മോളിക്യൂൾ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെ ഒരുപാട് ജനറ്റിക് ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു സെഗ്മെൻറ്റ്, ഒരു പാർട്ട് ആയിരിക്കും ഒരു പർട്ടിക്കുലർ പ്രോട്ടീനെ ഡിനോട്ട് ചെയ്യുന്ന പാർട്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സലൈവറി അമിലേസ് എന്ന് പറയുന്ന എൻസൈം നമുക്കറിയാം. വായ്ക്കകത്ത് ഉമിനീരിൽ ഉള്ള സ്റ്റാർച്ച് ഡൈജസ്റ്റിംഗ് എൻസൈമാണ് സലൈവറി അമിലേസ്. ആ സലൈവറി അമിലേസിനെ കോഡ് ചെയ്യാനായിട്ട് കുറേ ജനറ്റിക് സീക്വൻസുകൾ ഉണ്ടാവും DNA-യിൽ. അപ്പോൾ ആ സീക്വൻസുകളാണ് ഈ ഒരു സീക്വൻസ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ, ഈ ഒരു സീക്വൻസിൽ നിന്നും ഉണ്ടാകുന്ന RNA ട്രാൻസ്ലേഷൻ എന്ന പ്രോസസ്സ് വിധേയമായി കഴിയുമ്പോഴത്തേക്കും സലൈവറി അമിലേസ് എന്നുള്ളൊരു പ്രോട്ടീനായിട്ടത് മാറ്റപ്പെടും. അപ്പോൾ അതിൻ്റെ ആദ്യഘട്ടത്തിൽ ഈ സെഗ്മെൻറ്റിലുള്ള DNA-യുടെ ഇത്രയും പോർഷൻസ് അത് RNA-യിലേക്ക് കോപ്പി ചെയ്യപ്പെടണം. ആ കോപ്പി ചെയ്യുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ. അപ്പോൾ അവിടെ ഓർക്കുക, DNA-യുടെ എല്ലാ ഭാഗത്തും ഇരിക്കുന്ന സെഗ്മെൻറ്റുകളിലും അല്ലെങ്കിൽ എല്ലാ ഭാഗത്തു നിന്നും ഒരുമിച്ച് RNA ഉണ്ടാകുന്നില്ല. ആ ഒരു സെഗ്മെൻറ്റ് മാത്രം, DNA-യുടെ ഒരു സെഗ്മെൻറ്റ് മാത്രമാണ് കോപ്പി ചെയ്യപ്പെടുന്നത്. അതുപോലെ DNA-യുടെ 2 സ്ട്രാൻഡ് ഉണ്ട്. ആ 2 സ്ട്രാൻഡിൽ നിന്നും ഒരേ സമയത്ത് RNA ആയിട്ട് കോപ്പി ചെയ്യപ്പെടുന്നില്ല. ഇൻ ട്രാൻസ്ക്രിപ്ഷൻ, only a segment of DNA and only one of the strand is copied into RNA. നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. During transcription, only one strand of DNA is copied as mRNA. Why both the strands of DNA are not copied during transcription? ഇപ്പോൾ നേരത്തെ പറഞ്ഞു, DNA-യുടെ ഒരു സ്ട്രാൻഡ് മാത്രമേ mRNA ആയിട്ട് കോപ്പി ചെയ്യപ്പെടുന്നുള്ളൂ, 2 സ്ട്രാൻഡും കോപ്പി ചെയ്യപ്പെടുന്നില്ല. എന്താണ് അതിൻ്റെ കാരണം? 2 സ്ട്രാൻഡും കോപ്പി ചെയ്യപ്പെട്ടാൽ എന്താണ് പ്രശ്നം? നോക്കാം. ആദ്യമായിട്ട്, ഇഫ് ബോത്ത് സ്ട്രാൻഡ് ആക്ട് ആസ് എ ടെംപ്ലേറ്റ്, ദേ വുഡ് കോഡ് ഫോർ RNA മോളിക്യൂൾ വിത്ത് ഡിഫറൻറ്റ് സീക്വൻസസ്. ഇപ്പോൾ 2 സ്ട്രാൻഡും കോപ്പി ചെയ്യപ്പെടുകയാണെങ്കിൽ ഉണ്ടാകുന്ന RNA-യുടെ വ്യത്യാസം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതൊരു DNA-യുടെ ഒരു സെഗ്മെൻ്റ് ആണ്.
DNA ഒരു സെഗ്മെൻ്റാണ്. അപ്പോൾ ഈ ഒരു DNA സെഗ്മെൻറ്റിൽ നിന്നുമാണ് RNA ഉണ്ടാകേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഈ ഒരു സ്ട്രാൻഡ് ടെംപ്ലേറ്റ് സ്ട്രാൻഡായിട്ട് ആക്ട് ചെയ്യുന്നു. അതിൽ നിന്നും ഒരു mRNA ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടുത്തെ ജനറ്റിക് സീക്വൻസുകൾ, നൈട്രജൻ ബേസിൻ്റെ സീക്വൻസുകൾ നമുക്ക് നോക്കിയാൽ കാണാം. അപ്പോൾ അതിൽ നിന്നും RNA ഉണ്ടാകുന്നു. അപ്പോൾ അഡിനൈൻ്റെ കോംപ്ലിമെൻ്ററി ബേസാണ് തൈമിൻ. പക്ഷേ RNAയിൽ തൈമിന് പകരമുള്ളത് യുറാസിലാണ്. അതുപോലെ തൈമിൻ്റെ സ്ഥാനത്ത് ഇവിടെ കോംപ്ലിമെൻ്ററി ബേസാണ് അഡിനൈൻ, ഗുവാനൈൻ്റെ കോംപ്ലിമെൻ്ററി ബേസാണ് സൈറ്റോസിൻ. അപ്പോൾ ആ രീതിയിൽ ഈ DNA സ്ട്രാൻഡ് mRNA ആയിട്ടൂടെ കോപ്പി ചെയ്യപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ സീക്വൻസുകൾ ഈ രീതിയിൽ പോകുന്നു. ഇനി ഈ സ്ട്രാൻഡാണ്, ഈ 5'3' ഓറിയൻറ്റേഷനിലുള്ള സ്ട്രാൻഡാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡായിട്ട് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഉണ്ടാകുന്ന RNAയും ഈ RNAയും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. ഈ RNAയിൽ ഫസ്റ്റ് നൈട്രജൻ ബേസ് എന്ന് പറയുന്നത് യുറാസിലാണ്. എന്നാൽ ഇവിടെയോ അഡിനൈനാണ്. കാരണം ഇവിടെ തൈമിൻ്റെ കോംപ്ലിമെൻ്ററി ബേസ് അഡിനൈനാണ്. ഇവിടെ അഡിനൈൻ്റെ കോംപ്ലിമെൻ്ററി ബേസ് യുറാസിലാണ്. ഇവിടെ തൈമിൻ്റെ കോംപ്ലിമെൻ്ററി ബേസ് അഡിനൈനാണ്. അപ്പോൾ ഈ രീതിയിൽ നോക്കുമ്പോഴത്തേക്കും ഇവിടുത്തെ ഫസ്റ്റ് കോഡോൺ തന്നെ UAC എന്നാണ് തുടങ്ങുന്നത്. എന്നാൽ ഇവിടെ ആണെങ്കിലോ AUG എന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ DNA രണ്ട് സ്ട്രാൻഡും ടെംപ്ലേറ്റ് സ്ട്രാൻഡായിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാകുന്ന RNA എന്ന് പറയുന്നത് ഡിഫറൻറ്റ് സീക്വൻസിലുള്ള RNA ആയിരിക്കും. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഡ്യൂറിങ് ട്രാൻസ്ക്രിപ്ഷൻ ഓൺലി വൺ സ്ട്രാൻഡ് ഓഫ് DNA ഈസ് കോപ്പീഡ് ആസ് mRNA. വൈ ബോത്ത് സ്ട്രാൻഡ്സ് ഓഫ് DNA ആർ നോട്ട് കോപ്പീഡ് ഡ്യൂറിങ് ട്രാൻസ്ക്രിപ്ഷൻ? അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുമ്പോൾ ഇതിലേതെങ്കിലും ഒരു സ്ട്രാൻഡ് മാത്രമേ എന്തായിട്ട് ആക്ട് ചെയ്യുള്ളൂ? ടെംപ്ലേറ്റ് സ്ട്രാൻഡായിട്ട് ആക്ട് ചെയ്യുള്ളൂ. ഒരേ സമയത്ത് ഈ രണ്ട് സ്ട്രാൻഡും ടെംപ്ലേറ്റ് സ്ട്രാൻഡായിട്ട് ആക്ട് ചെയ്യില്ല. അപ്പോൾ ആക്ട് ചെയ്താൽ ഉണ്ടാകാവുന്ന ഒരു പ്രശ്നമാണിതാ ഇവിടെ സൂചിപ്പിച്ചത്. രണ്ട് സ്ട്രാൻഡും ടെംപ്ലേറ്റ് സ്ട്രാൻഡായിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നും ഉണ്ടാകുന്ന mRNA സ്ട്രാൻഡ് കോഡ് ചെയ്യുന്ന RNA മോളിക്യൂൾ എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. സീക്വൻസ് ഡിഫറൻ്റ് ആയിരിക്കും. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. If they code for proteins, the sequence of amino acids in the protein should be different. അപ്പോൾ അങ്ങനെ സംഭവിച്ചു എന്ന് വിചാരിക്കുക. രണ്ട് സ്ട്രാൻഡ് ടെംപ്ലേറ്റ് സ്ട്രാൻഡായിട്ട് ആക്ട് ചെയ്തു. അതിൽ നിന്നും mRNA ഉണ്ടായി. എങ്കിൽ അതിൽ നിന്നും ഉണ്ടാകുന്ന പ്രോട്ടീൻസ് ഒരുപോലെ ആയിരിക്കുമോ? നോക്കാം. ഇതാ നോക്കൂ, ഈ സ്ട്രാൻഡ് ടെംപ്ലേറ്റ് സ്ട്രാൻഡായിട്ട് ആക്ട് ചെയ്തു. 3'5' ഓറിയൻറ്റേഷനിലുള്ള സ്ട്രാൻഡ് ടെംപ്ലേറ്റ് സ്ട്രാൻഡായിട്ട് ആക്ട് ചെയ്തു. അതിൽ നിന്നും ഒരു mRNA സ്ട്രാൻഡ് ഉണ്ടായി. ഈ mRNA സ്ട്രാൻഡ് കോഡ് ചെയ്യുന്ന പ്രോട്ടീൻ ഏതൊക്കെ? ഇതാ നോക്കൂ, UAC എന്ന് പറയുന്നത് കോഡ് ചെയ്യുന്നത് ടൈറോസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെയാണ്. UGC എന്ന് പറയുന്ന നൈട്രജൻ ബേസ് സീക്വൻസുകൾ കോഡ് ചെയ്യുന്ന അമിനോ ആസിഡ് സിസ്റ്റൈൻ ആണ്. CUA ഇത് കോഡ് ചെയ്യുന്ന അമിനോ ആസിഡ് ലൂസൈൻ ആണ്. ഇനി ഇത് mRNA സ്ട്രാൻഡായിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിലോ ഈ mRNA സ്ട്രാൻഡിൽ നിന്നും 5'3' ഓറിയൻറ്റേഷനിലുള്ള ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ നിന്നും ഉണ്ടാകുന്ന mRNA സ്ട്രാൻഡ് കോഡ് ചെയ്യുന്ന അമിനോ ആസിഡ് ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഫസ്റ്റ് ഇവിടെ AUG ആണ് കോഡോൺ. അപ്പോൾ ഉണ്ടാകുന്ന അമിനോ ആസിഡ് മെത്തിയോണൈൻ ആണ്. ACG ആണ് അടുത്ത കോഡോൺ. ഉണ്ടാകുന്ന അമിനോ ആസിഡ് ത്രയോണൈൻ ആണ്. GAU ആണ് അടുത്ത അമിനോ ആസിഡ്. ഉണ്ടാകുന്ന അടുത്ത കോഡോൺ, അതിൽ നിന്നും ഉണ്ടാകുന്ന അമിനോ ആസിഡ് അസ്പാർട്ടിൻ ആണ്. നോക്കൂ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് 3 അമിനോ ആസിഡ്സ് മാത്രമേ പറഞ്ഞുള്ളൂ. അതും രണ്ടിലും ഡിഫറൻ്റ് ആണ്. ഇവിടെ ടൈറോസിൻ, സിസ്റ്റൈൻ, ലൂസൈൻ എന്നാണ് പോകുന്നതെങ്കിൽ ഇതാണ് കോഡ് ചെയ്യപ്പെടുന്നതെങ്കിൽ മെത്തിയോണൈൻ, ത്രയോണൈൻ, അസ്പാർട്ടിൻ ആണ്. അപ്പോൾ ഈ അമിനോ ആസിഡ് വെച്ചിട്ടുണ്ടാകുന്ന പ്രോട്ടീൻ എൻറ്റയർലി ഡിഫറൻറ്റ് പ്രോട്ടീൻസ് ആയിരിക്കും. If they code for proteins, the sequence of amino acids in the protein should be different. അത് അടുത്ത പോയിന്റ് ആണ്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. Hence, one segment of the DNA would be coding for 2 different proteins and this would complicate the genetic information transfer machinery. ഡിസ്കസ് ചെയ്ത പോയിന്റ് തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും കോഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഡിഫറൻറ്റ് പ്രോട്ടീൻസ് ഉണ്ടാകും. അപ്പോൾ അത് നമ്മുടെ ജനറ്റിക് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ മെഷീനറിയെ കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റും. ഇനി അടുത്ത പോയിന്റ് നോക്കാം. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? The
Second, the two RNA molecules, if produced simultaneously, would be complementary to each other. Hence, would form a double-stranded RNA. This would prevent RNA from being translated into protein, and the exercise of transcription would become a futile one. എന്താ സംഭവിക്കുക? നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇവിടെ രണ്ട് സ്ട്രാൻഡും കോപ്പി ചെയ്യപ്പെടുകയാണെങ്കിൽ മറ്റൊരു കോംപ്ലിക്കേഷൻ കൂടെ ഉണ്ടാകാം. എന്താണ് ആ കോംപ്ലിക്കേഷൻ? നോക്കൂ, ഇവിടെ രണ്ട് mRNA സ്ട്രാൻഡും ഈ mRNA സ്ട്രാൻഡും 3'5' ഓറിയന്റേഷനിലുള്ള ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ നിന്നുള്ള mRNA സ്ട്രാൻഡും 5'3' ഓറിയന്റേഷനിലുള്ള ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ നിന്നുള്ള mRNA സ്ട്രാൻഡും രണ്ടും കോംപ്ലിമെന്ററി ആണ്. നോക്കൂ, എയുടെ കോംപ്ലിമെന്ററി ബേസ് ആണ് യു. അതുപോലെ ഇവിടെ എയുടെ കോംപ്ലിമെന്ററി ബേസ് ആണ് യു. ഈ ഡയഗ്രാം നോക്കിയാൽ മനസ്സിലാക്കാം. എ യു കോംപ്ലിമെന്ററി ആണ്, എ യു കോംപ്ലിമെന്ററി ആണ്, ജി സി കോംപ്ലിമെന്ററി ആണ്, എ യു കോംപ്ലിമെന്ററി ആണ്. അതായത് ഇത് രണ്ടും കോംപ്ലിമെന്ററി ബേസസ് ആയിട്ട് വരും. Then what would happen? It will leads to a double-stranded RNA. എന്താ സംഭവിക്കുക? ഈ രണ്ട് കോംപ്ലിമെന്ററി ആയിട്ടുള്ള mRNA സ്ട്രാൻഡും കമ്പൈൻ ചെയ്തിട്ട് അവിടെ ഒരു ഡബിൾ സ്ട്രാൻഡഡ് RNA ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് നടന്നാൽ ട്രാൻസ്ലേഷൻ എന്ന പ്രോസസ്സ് നടക്കാൻ പറ്റില്ല. ഇതിൽ നിന്നും പ്രോട്ടീൻ ഉണ്ടാകുന്ന പ്രോസസ്സ് നടക്കില്ല. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കോംപ്ലിക്കേഷൻ. സെക്കൻഡ്, the two RNA molecules, if produced simultaneously, would be complementary to each other, hence would form a double-stranded RNA. This would prevent RNA from being translated into protein, and the exercise of transcription would become a futile one. Futile means a waste process. ഇവിടെ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. First, if both strands act as template, they would code for RNA molecule with different sequences. രണ്ട് സ്ട്രാൻഡും ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ രണ്ട് ഡിഫറൻറ്റ് RNA മോളിക്യൂൾ ഉണ്ടാകും. ആ രണ്ട് ഡിഫറൻറ്റ് RNA മോളിക്യൂളും if they code for proteins, the sequence of amino acids in the proteins would be different. അതിൽ നിന്നും ഉണ്ടാകുന്ന പ്രോട്ടീൻസും ഡിഫറൻ്റ് ആയിരിക്കും. Hence, one segment of the DNA would be coding for two different proteins. And this would complicate the genetic information transfer machinery. ഒരു സെഗ്മെൻറ്റിൽ നിന്ന് തന്നെ രണ്ട് ഡിഫറൻറ്റ് പ്രോട്ടീൻസ് ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ ജനറ്റിക് ഇൻഫർമേഷൻ ട്രാൻസ്ഫറിനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറ്റും. രണ്ടാമതായിട്ട്, the two RNA molecules, if produced simultaneously, would be complementary to each other, and hence would form a double-stranded RNA. അപ്പോൾ ഇങ്ങനെ രണ്ട് RNA മോളിക്യൂൾ ഉണ്ടാകുകയാണെങ്കിൽ രണ്ടും കോംപ്ലിമെൻ്ററി ആയതുകൊണ്ട് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആയിട്ട് മാറിപ്പോകും. This would prevent RNA from being translated into protein, and the exercise of transcription would become a futile one. അപ്പോൾ ഇത് RNA ട്രാൻസ്ലേഷൻ പ്രോട്ടീനിലേക്ക് മാറുന്നത് തടയപ്പെടുകയും നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ എന്ന പ്രോസസ്സ് തന്നെ ഒരു വേസ്റ്റ് പ്രോസസ്സായിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ട് ഓർക്കുക, ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന സമയത്ത് DNA-യുടെ ഒരു സ്ട്രാൻഡ് മാത്രമേ കോപ്പി ചെയ്യപ്പെടുന്നുള്ളൂ, രണ്ട് സ്ട്രാൻഡും കോപ്പി ചെയ്യപ്പെടുന്നില്ല. ഇനി നമുക്ക് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്താണെന്ന് പരിചയപ്പെടാം. ഇപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന പ്രോസസ്സ് നടക്കുമ്പോൾ മനസ്സിലാക്കിയത് DNA-യിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് RNA-യിലേക്ക് കോപ്പി ചെയ്യപ്പെടുന്ന പ്രോസസ്സാണ്. ആ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ DNA-യുടെ ഒരു സെഗ്മെൻറ്റ് മാത്രമേ കോപ്പി ചെയ്യപ്പെടുന്നുള്ളൂ, ഒരു സ്ട്രാൻഡ് മാത്രമേ കോപ്പി ചെയ്യപ്പെടുന്നുള്ളൂ. പ്രധാനമായിട്ടും 3 റീജിയൻസ് ആണ് ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ കാണുക. ഫസ്റ്റ് വൺ പ്രൊമോട്ടർ, സെക്കൻഡ് വൺ ദ സ്ട്രക്ചറൽ ജീൻ, തേർഡ് വൺ എ ടെർമിനേറ്റർ. അപ്പോൾ ഇത് കുറേ നൈട്രജൻ ബേസ് സീക്വൻസുകളെ വിളിക്കുന്ന ടേംസാണ്. പ്രൊമോട്ടർ സീക്വൻസ്, സ്ട്രക്ചറൽ ജീനിൻ്റെ ജനറ്റിക് സീക്വൻസ്, ടെർമിനേറ്റർ സീക്വൻസുകൾ, നൈട്രജൻ ബേസിൻ്റെ സീക്വൻസുകൾ. ഇനി വഴിയെ മനസ്സിലാക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രോസസ്സ് കൺട്രോൾ ചെയ്യുന്ന എൻസൈം, അതാണ് നമുക്ക് അടുത്ത പരിചയപ്പെടേണ്ടത്. നേരത്തെ DNA റെപ്ലിക്കേഷൻ്റെ സമയത്ത് DNA റെപ്ലിക്കേഷൻ നടത്താൻ സഹായിക്കുന്ന എൻസൈമിൻ്റെ പേര് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. DNA
ഡിപ്പെൻഡൻറ്റ് ഡി എൻ എ പോളിമറൈസ് ആണ്. ഇതിവിടെ ഡി എൻ എ ഡിപ്പെൻഡൻറ്റ് ആർ എൻ എ പോളിമറൈസ്. അപ്പോൾ ആർ എൻ എ പോളിമറൈസ് ആണ് ഷോർട്ട് ഫോമിൽ പറഞ്ഞാൽ ട്രാൻസ്ക്രിപ്ഷൻ്റെ മെയിൻ എൻസൈം. ദ മെയിൻ എൻസൈം ഫോർ ട്രാൻസ്ക്രിപ്ഷൻ ഈസ് ആർ എൻ എ പോളിമറൈസ് എൻസൈം. അതായത് ഡി എൻ എയിൽ നിന്നും ആർ എൻ എ ഉണ്ടാക്കാൻ സഹായിക്കുന്ന എൻസൈം എന്ന് പറയുന്നത് ആർ എൻ എ പോളിമറൈസ് എൻസൈമാണ്. അത് ഡി എൻ എ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് അതിന് ഡി എൻ എ ഡിപ്പെൻഡൻറ്റ് ആർ എൻ എ പോളിമറൈസ് എൻസൈം. The two DNA strands have opposite polarity and the DNA dependent RNA polymerase catalyze the polymerization of RNA in only one direction, that is 5' to 3' direction. നേരത്തെ ഡി എൻ എ റെപ്ലിക്കേഷനിലും ഓർക്കുന്നുണ്ടാകും, ഡി എൻ എ റെപ്ലിക്കേഷന് സഹായിക്കുന്ന ഡി എൻ എ പോളിമറൈസ് എൻസൈമും പോളിമറൈസേഷൻ നടക്കുന്ന ഡയറക്ഷൻ 5' to 3' ഡയറക്ഷനിലാണ്. അപ്പോൾ സെയിം ഡയറക്ഷനിൽ തന്നെയാണ് ആർ എൻ എ പോളിമറൈസ് എൻസൈമും ആക്ട് ചെയ്യുന്നത്. ദ ടു ഡി എൻ എ സ്ട്രാൻഡ്സ് ഹാവ് ഓപ്പോസിറ്റ് പൊളാരിറ്റി ആൻഡ് ദ ഡി എൻ എ ഡിപ്പെൻഡൻറ്റ് ആർ എൻ എ പോളിമറൈസ് കാറ്റലൈസ് ദ പോളിമറൈസേഷൻ ഓഫ് ആർ എൻ എ ഇൻ ഓൺലി വൺ ഡയറക്ഷൻ, ദാറ്റ് ഈസ് 5' to 3' ഡയറക്ഷൻ. ഇനി എന്താണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്? നേരത്തെ ഡി എൻ എ റെപ്ലിക്കേഷനിൽ നമ്മൾ കേട്ട പേരാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്, ബേസ് സ്ട്രാൻഡ് എന്നർത്ഥം. ട്രാൻസ്ക്രിപ്ഷനെ സംബന്ധിച്ച് പറയുമ്പോൾ ട്രാൻസ്ക്രിപ്ഷനിൽ ഏത് സ്ട്രാൻഡിനെ ബേസ് ചെയ്താണോ എം ആർ എൻ എ മോളിക്യൂൾ ഉണ്ടാകുന്നത് ആ സ്ട്രാൻഡിനെയാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഡി എൻ എയിൽ 3' 5' ഓറിയൻറ്റേഷനിലുള്ള സ്ട്രാൻഡാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡായിട്ട് ആക്ട് ചെയ്യുന്നത്. മറ്റേ സ്ട്രാൻഡിനെ 5' 3' ഓറിയൻറ്റേഷനിലുള്ള സ്ട്രാൻഡിനെ വിളിക്കുന്ന പേര് കോഡിംഗ് സ്ട്രാൻഡ് എന്നാണ്. അപ്പോൾ 3' 5' ഓറിയൻറ്റേഷനിലുള്ള സ്ട്രാൻഡ് ടെംപ്ലേറ്റ് സ്ട്രാൻഡും 5' 3' ഓറിയൻറ്റേഷനിലുള്ള സ്ട്രാൻഡ് കോഡിംഗ് സ്ട്രാൻഡുമാണ്. The strand that has the polarity 3' 5' act as template and is referred to as template strand. The other strand which has the polarity 5' to 3' and the sequence same as RNA is referred to as coding strand. അപ്പോൾ ഇവിടെ ആർ എൻ എയുടെ സീക്വൻസുമായിട്ട് സെയിം ആയിട്ട് വരും, ഒരു വ്യത്യാസം വരും, അതായത് തൈമിൻ്റെ സ്ഥാനത്ത് യുറാസിലായിരിക്കും. വഴിയെ മനസ്സിലാക്കാം. അതർ ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ഓർക്കുക, 3' 5' ഓറിയൻറ്റേഷനിലുള്ള സ്ട്രാൻഡ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്, അതുപോലെ 5' 3' ഓറിയൻറ്റേഷനിലുള്ള സ്ട്രാൻഡ് കോഡിംഗ് സ്ട്രാൻഡ് എന്നും അറിയപ്പെടുന്നു. ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് ഇതാ ഒരു സ്ട്രാൻഡ് തന്നിട്ടുള്ള ടെംപ്ലേറ്റ് സ്ട്രാൻഡും കോഡിംഗ് സ്ട്രാൻഡും തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡി എൻ എ സെഗ്മെൻറ്റിൽ നിന്നും ഉണ്ടാകുന്ന ആർ എൻ എയുടെ സീക്വൻസ് എന്തായിരിക്കും എന്ന് എഴുതി നോക്കാവോ? ആൻസർ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. അപ്പോൾ ഈ സ്ട്രാൻഡിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എം ആർ എൻ എ സ്ട്രാൻഡ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കോംപ്ലിമെൻ്ററി ബേസാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ അഡിനൈൻ അതിൻ്റെ കോംപ്ലിമെൻ്ററി ബേസാണ്. നമുക്കറിയാം ഡി എൻ എയിലാണെങ്കിൽ തൈമിനാണ്, പക്ഷേ ആർ എൻ എയുടെ സീക്വൻസാണ് നമുക്ക് എഴുതേണ്ടത്. അതുകൊണ്ട് അവിടെ തൈമിൻ്റെ സ്ഥാനത്ത് ആര് വരും? യുറാസിൽ വരും. അപ്പോൾ അഡിനൈൻ്റെ കോംപ്ലിമെൻ്ററി ബേസാണ് യുറാസിൽ, തൈമിൻ്റെ കോംപ്ലിമെൻ്ററി ബേസാണ് അഡിനൈൻ, ഗോനൈൻ്റെ കോംപ്ലിമെൻ്ററി ബേസാണ് സൈറ്റോസിൻ, സൈറ്റോസിൻ്റെ ഗോനൈൻ, അഡിനൈൻ യുറാസിൽ, തൈമിൻ അഡിനൈൻ, ഗോനൈൻ സൈറ്റോസിൻ, സൈറ്റോസിൻ ഗോനൈൻ. ഈ രീതിയിൽ കോംപ്ലിമെൻ്ററി ബേസ് പോകുന്നു എം ആർ എൻ എ സ്ട്രാൻഡിൽ. അപ്പോൾ ഇവിടെ ഒറ്റ വ്യത്യാസമേ നമുക്ക് കോഡിംഗ് സ്ട്രാൻഡുമായിട്ട് വരുന്നുള്ളൂ. എന്താണ് ആ വ്യത്യാസം? നോക്കൂ, ഇവിടെ തൈമിൻ്റെ സ്ഥാനത്ത് യുറാസിൽ വരുന്നു എന്നുള്ള ഒറ്റ വ്യത്യാസം മാത്രമാണ് കോഡിംഗ് സ്ട്രാൻഡും എം ആർ എൻ എ സ്ട്രാൻഡും തമ്മിൽ ഉള്ളത്. ഇവിടെ അഡിനൈൻ അഡിനൈൻ തന്നെ, സൈറ്റോസിൻ തന്നെ, ഗോനൈൻ തന്നെ. പക്ഷേ യുറാസിൻ്റെ കോംപ്ലിമെൻ്ററി ബേസായിട്ട് തൈമിനാണ്. അപ്പോൾ ഈ കോഡിംഗ് സ്ട്രാൻഡും എം ആർ എൻ എ സ്ട്രാൻഡും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഡിഫറൻസേ ഉള്ളൂ. തൈമിൻ എന്നുള്ള നൈട്രജൻ ബേസ് മാറ്റിയിട്ട് അവിടെയെല്ലാം യുറാസിൽ യു കൊടുത്തു കഴിഞ്ഞാൽ അത് എം ആർ എൻ എ സ്ട്രാൻഡായിട്ട് മാറും. ടെംപ്ലേറ്റ് സ്ട്രാൻഡ് തന്നിരുന്നിട്ട് എം ആർ എൻ എ സ്ട്രാൻഡ് എഴുതാൻ പറഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് എഴുതിയാൽ മതി. ഒറ്റ വ്യത്യാസം മാത്രം,
ഇവിടെ യുറാസിലാണ്, തൈമിൻ്റെ സ്ഥാനത്ത് യുറാസിലാണ്. ആ രീതിയിൽ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് തന്നിരുന്നാൽ mRNA സ്ട്രാൻഡ് എഴുതാൻ സാധിക്കും. ഇനി mRNA സ്ട്രാൻഡും കോഡിംഗ് സ്ട്രാൻഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാലും കോഡിംഗ് സ്ട്രാൻഡും mRNA സ്ട്രാൻഡും സെയിം ആണ്. ഓൺലി വൺ ഡിഫറൻസ്, യുറാസിൽ പ്രസൻറ്റ് അറ്റ് ദ പ്ലേസ് ഓഫ് തൈമിൻ. ഇനി എന്താണ് പ്രൊമോട്ടർ സീക്വൻസ്, എന്താണ് ടെർമിനേറ്റർ സീക്വൻസ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൻ്റെ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനാണ്. ഇതൊരു DNA സെഗ്മെൻ്റ് ആണ്. 3-5' ഓറിയൻറ്റേഷനിലുള്ള ഒരു സ്ട്രാൻഡ് ഉണ്ട്, 5-3' ഓറിയൻറ്റേഷനിലുള്ള മറ്റൊരു സ്ട്രാൻഡും ഉണ്ട്. അപ്പോൾ ഇവിടെ ഇത് ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റാണ്. ട്രാൻസ്ക്രിപ്ഷന് ആവശ്യമായിട്ടുള്ള എല്ലാ സീക്വൻസുകളും ചേർന്ന ഒരു സെഗ്മെൻ്റാണ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞു പേരുകൾ. ഒന്ന് പ്രൊമോട്ടർ, അടുത്തത് സ്ട്രക്ചറൽ ജീൻ, 3 ടെർമിനേറ്റർ. ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്താണെന്നും കോഡിംഗ് സ്ട്രാൻഡ് എന്താണെന്നും മനസ്സിലാക്കി. 3-5' ഓറിയൻറ്റേഷനിലുള്ള സ്ട്രാൻഡാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്, 5-3' ഓറിയൻറ്റേഷനിലുള്ള സ്ട്രാൻഡാണ് കോഡിംഗ് സ്ട്രാൻഡ്. ഇത് സ്ട്രക്ചറൽ ജീനിനെ ഡിനോട്ട് ചെയ്യുന്നു. ഈ സെഗ്മെൻറ്റ് മുതൽ ഇതുവരെയുള്ള സെഗ്മെൻ്റാണ് ശരിക്കും പ്രോട്ടീനിനെ കോഡ് ചെയ്യുന്ന ഭാഗം. പ്രോട്ടീനായിട്ട് മാറുന്ന ഭാഗം അല്ലെങ്കിൽ mRNA ആയിട്ട് മാറുന്ന ഭാഗം. ആ ഭാഗത്തിനെയാണ് സ്ട്രക്ചറൽ ജീൻ എന്ന പേരിൽ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഇതാ ഇവിടെ കാണുന്ന സീക്വൻസ്, ഈ സീക്വൻസിനെയാണ് പ്രൊമോട്ടർ ജീൻ എന്ന് പറയുന്നത്. പ്രൊമോട്ടർ ജീൻ എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണ രീതിയിൽ പ്രൊമോട്ടർ ജീനും ടെർമിനേറ്റർ ജീനും എല്ലാം നമ്മൾ കോഡിംഗ് സ്ട്രാൻഡിനെ ബേസ് ചെയ്താണ് പറയുന്നത്. പ്രൊമോട്ടർ ജീനും ടെർമിനേറ്റർ ജീനും കോഡിംഗ് സ്ട്രാൻഡിനെ ബേസ് ചെയ്താണ് പറയുന്നത്. അതായത് 5' എൻഡിൽ കാണുന്ന കുറേ സീക്വൻസ്, ആ സീക്വൻസുകളെയാണ് പ്രൊമോട്ടർ സീക്വൻസ് എന്ന് വിളിക്കുന്നത്. 3' എൻഡിൽ കാണുന്ന സീക്വൻസുകളെയാണ് ടെർമിനേറ്റർ സീക്വൻസ് എന്ന് വിളിക്കുന്നത്. Promoter is a DNA sequence that provides binding site for RNA polymerase. RNA polymerase എൻസൈമിനെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു. ട്രാൻസ്ക്രിപ്ഷൻ്റെ മെയിൻ എൻസൈമാണ് RNA പോളിമറേസ്. RNA പോളിമറൈസേഷന് വിധേയമാക്കുന്ന എൻസൈമാണ് RNA പോളിമറേസ്. RNA പോളിമറേസ് പ്രൊമോട്ടർ സീക്വൻസിൽ, ഇവിടെയുള്ള ജനറ്റിക് സീക്വൻസ് ആണ്, നൈട്രജൻ ബേസ് സീക്വൻസിനെയാണ് പ്രൊമോട്ടർ സീക്വൻസ് എന്ന് വിളിക്കുന്നത്. ഈ പ്രൊമോട്ടർ സീക്വൻസിൽ RNA പോളിമറേസ് വന്ന് ബൈൻഡ് ചെയ്യുമ്പോഴാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം പ്രൊമോട്ടർ ഈസ് ദ ബൈൻഡിങ് സൈറ്റ് ഫോർ RNA പോളിമറേസ്. ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യുമ്പോഴാണ് RNA സിന്തസിസ് ആരംഭിക്കുന്നത്. RNA സിന്തസിസ് അവസാനിക്കുന്ന സ്ഥലമാണ് ടെർമിനേറ്റർ സീക്വൻസ്. RNA പോളിമറേസ് ആക്ട് ചെയ്ത് RNA സിന്തസിസ് നടത്തി ഈ DNA സീക്വൻസിലൂടെ മൂവ് ചെയ്ത് ടെർമിനേറ്റർ സീക്വൻസിൽ എത്തുമ്പോഴത്തേക്കും പോളിമറൈസേഷൻ അവസാനിക്കുന്നു, അല്ലെങ്കിൽ mRNA സിന്തസിസ് അവസാനിക്കുന്നു. ഇതെവിടെയാണ് കാണുന്നത്? ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ടുവേർഡ്സ് ദ 5' എൻഡ് ഓർ അപ്സ്ട്രീം ഓഫ് ദ സ്ട്രക്ചറൽ ജീൻ. അപ്പോൾ ഈ സ്ട്രക്ചറൽ ജീനിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് പോളിമറൈസേഷൻ തുടങ്ങുന്ന ഭാഗം അല്ലെങ്കിൽ പ്രൊമോട്ടർ സീക്വൻസ് ഇരിക്കുന്ന ഭാഗത്തിന് മറ്റൊരു പേര് വിളിക്കും അപ്സ്ട്രീം എന്ന് പറയും. അതുപോലെ ടെർമിനേറ്റർ സീക്വൻസ് ഇരിക്കുന്ന ഭാഗത്തിന് ഡൗൺ സ്ട്രീം എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ടുവേർഡ്സ് ദ 5' എൻഡ് ഓർ അപ്സ്ട്രീം ഓഫ് ദ സ്ട്രക്ചറൽ ജീൻ. സ്ട്രക്ചറൽ ജീനിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷനിൽ അപ്സ്ട്രീമിൽ അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങുന്ന സ്ഥലത്ത് ആണ് പ്രൊമോട്ടർ സീക്വൻസ് കാണുന്നത്. The presence of promoter in a transcription unit defines the template and coding strand. അപ്പോൾ ഈ ഒരു പ്രൊമോട്ടർ സീക്വൻസ് ഇരിക്കുന്നത് പൊസിഷൻ അനുസരിച്ചിട്ട് അത് ടെംപ്ലേറ്റ് സ്റ്റാൻഡിനെയും കോഡിംഗ് സ്റ്റാൻഡിനെയും ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ എവിടെയാണ് പ്രൊമോട്ടർ സീക്വൻസ് കാണുന്നത്, ആ പ്രൊമോട്ടർ സീക്വൻസ് കാണുന്ന സ്റ്റാൻഡ് കോഡിംഗ് സ്റ്റാൻഡ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതായിരിക്കും ടെംപ്ലേറ്റ് സ്റ്റാൻഡ്. അപ്പോൾ ആ രീതിയിൽ ഏത് സ്റ്റാൻഡിലാണോ പ്രൊമോട്ടർ സീക്വൻസ് ഇരിക്കുന്നത് ആ സ്റ്റാൻഡ് കോഡിംഗ് സ്റ്റാൻഡായിട്ട് മാറും. അതുപോലെ മറ്റേ സ്റ്റാൻഡ് ടെംപ്ലേറ്റ് സ്റ്റാൻഡായിട്ട് മാറും. അപ്പോൾ അതാണ് ടെംപ്ലേറ്റ് സ്റ്റാൻഡിനെയും കോഡിംഗ് സ്റ്റാൻഡിനെയും പ്രൊമോട്ടർ സീക്വൻസിൻ്റെ പൊസിഷനാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി എന്താ ടെർമിനേറ്റർ എന്ന് പറഞ്ഞല്ലോ. ദ ടെർമിനേറ്റർ ഈസ് ലൊക്കേറ്റഡ് ടുവേർഡ്സ് ദ 3' എൻഡ് ഡൗൺ സ്ട്രീം
ഓഫ് ദ കോഡിംഗ് സ്ട്രാൻഡ്. കോഡിംഗ് സ്ട്രാൻഡ് 3' ആയിരിക്കും കാണുന്നത്. ആൻഡ് ഇറ്റ് യൂഷ്വലി ഡിഫൈൻസ് ദ എൻഡ് ഓഫ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ. അവിടെ ട്രാൻസ്ക്രിപ്ഷൻ അവസാനിക്കുന്നു. എവിടെ ടെർമിനേറ്റർ ഇരിക്കുന്നു അവിടെ ട്രാൻസ്ക്രിപ്ഷൻ അവസാനിക്കുന്നു. എവിടെ പ്രൊമോട്ടർ സീക്വൻസ് ഇരിക്കുന്നു അവിടെ ട്രാൻസ്ക്രിപ്ഷൻ ആരംഭിക്കുന്നു. ഇപ്പോൾ പിക്ചറിൽ നമുക്കൊന്നുകൂടെ കാണാം. അപ്പോൾ ഇവിടെ RNA പോളിമറേസ് എൻസൈമാണ് ഇതാ ഇവിടെ കാണിച്ചിരിക്കുന്നത്. RNA പോളിമറേസ് എൻസൈം വന്ന് ബൈൻഡ് ചെയ്യുന്ന സൈറ്റാണ് പ്രൊമോട്ടർ സീക്വൻസ്. അപ്പോൾ ഇവിടെ ഈ DNA സെഗ്മെൻറ്റിൻ്റെ ഈ ഭാഗത്ത് കാണുന്ന ജനറ്റിക് സീക്വൻസിനെ വിളിക്കുന്ന പേരാണ് പ്രൊമോട്ടർ സീക്വൻസ്. ഇതിവിടെ ടെർമിനേറ്റർ റീജിയൻ. ഇവിടെ കാണുന്ന ജനറ്റിക് സീക്വൻസിനെ വിളിക്കുന്ന പേരാണ് ടെർമിനേറ്റർ സീക്വൻസ്. അപ്പോൾ ഇതാണ് ഇതുവരെയുള്ള സീക്വൻസുകളാണ് സ്ട്രക്ചറൽ ജീൻ. ഇനി ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ആൻഡ് ദ ജീൻ. അപ്പോൾ ജീൻ എന്താണ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമുക്കൊന്ന് പോകാം. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അതിലെ ഫസ്റ്റ് ടേം നമുക്ക് മനസ്സിലാക്കാനുള്ളത് സിസ്ട്രോൺ എന്താണെന്നുള്ളതാണ്. സിസ്ട്രോൺ ഈസ് എ സെഗ്മെൻറ്റ് ഓഫ് DNA കോഡിംഗ് ഫോർ എ പോളിപെപ്റ്റൈഡ്. പോളിപെപ്റ്റൈഡ് എന്ന് പറയുമ്പോൾ പ്രോട്ടീനിനെ കോഡ് ചെയ്യുന്ന DNAയുടെ സെഗ്മെൻറ്റിനാണ് സിസ്ട്രോൺ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഈ സ്ട്രക്ചറൽ ജീൻ കാണുന്ന ഈ പോർഷൻ പ്രൊമോട്ടർ സീക്വൻസിനും ടെർമിനേറ്റർ സീക്വൻസിനും ഇടയിൽ കാണുന്ന സ്ട്രക്ചറൽ ജീൻ കാണുന്ന ഈ പോർഷനെയാണ് നമ്മൾ സിസ്ട്രോൺ എന്ന് വിശേഷിപ്പിക്കുന്നത്. ആ പോർഷനാണ് പ്രോട്ടീനായിട്ട് മാറുന്നത്. ഇനി മോണോസിസ്ട്രോണിക് യൂണിറ്റ്. അപ്പോൾ ഇത് യൂക്കാരിയോട്സിൻ്റെ പ്രത്യേകതയാണ്. യൂക്കാരിയോട്സിൽ ഒരു DNA സെഗ്മെൻറ്റിൽ നിന്നും ഒരു പ്രോട്ടീൻ മാത്രമേ ഉണ്ടാകാറൂ. The structural unit in transcription unit of eukaryotes are monosistronic. ഈ മോണോസിസ്ട്രോണിക് സ്ട്രക്ചറൽ ജീൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹാവ് interrupted coding sequences. That is, the genes are split, or the genes with the coding sequences and genes with non-coding sequences. എന്താണെന്ന് മനസ്സിലാക്കാതെ നോൺ കോഡിംഗ് സീക്വൻസസ്, അതായത് ഇത് മുതൽ ഈ കാണുന്ന DNA സെഗ്മെൻറ്റിൽ ഇതെല്ലാം ഈ നൈട്രജൻ ബേസുകളെല്ലാം ജനറ്റിക് സീക്വൻസുകൾ അല്ലെങ്കിൽ നമ്മൾ കോഡോൺസ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഓരോ 3 നൈട്രജൻ ബേസുകളും ചേരുമ്പോഴാണ് ഒരു കോഡോൺ ഉണ്ടാകുക, അല്ലെങ്കിൽ ഒരു ജനറ്റിക് കോഡ് എന്ന് പറയുന്ന പോർഷൻ എന്ന് നമുക്ക് പറയുന്നത്. ഒരു 3 നൈട്രജൻ ബേസുകൾ അടുത്തടുത്തുള്ള 3 നൈട്രജൻ ബേസുകളാണ് ഒരു അമിനോ ആസിഡിനെ സൂചിപ്പിക്കുന്ന കോഡോൺ. അപ്പോൾ ഇവിടെ ഈ ഒരു സിസ്ട്രോൺ എന്ന് പറയുന്ന ഒരു ഭാഗം പ്രൊമോട്ടർ സീക്വൻസ് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതാണ്. പ്രൊമോട്ടർ സീക്വൻസ് RNA പോളിമറേസ് ബൈൻഡ് ചെയ്യുന്ന സ്ഥലം, ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങുന്ന സ്ഥലം. ടെർമിനേറ്റർ മനസ്സിലാക്കിയതാണ്, ട്രാൻസ്ക്രിപ്ഷൻ എൻഡ് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ഈ കാണുന്ന സീക്വൻസുകളാണ് ടെർമിനേറ്റർ സീക്വൻസ്. ഇവിടെ തുടക്കത്തിൽ കാണുന്ന ഈ സീക്വൻസുകളാണ് പ്രൊമോട്ടർ സീക്വൻസ്. ഇത് രണ്ടിനും ഇടയിലായിട്ട് കാണുന്ന ഈ പോർഷനാണ് സിസ്ട്രോൺ, അതായത് ഒരു പോളിപെപ്റ്റൈഡിനെ കോഡ് ചെയ്യുന്ന പോർഷൻ. അപ്പോൾ ഈ സിസ്ട്രോണിൽ ആവശ്യം ഉള്ള സീക്വൻസുകളുമുണ്ട്, ആവശ്യം ഇല്ലാത്ത സീക്വൻസുകളുമുണ്ട്. അതായത് അമിനോ ആസിഡായിട്ട് മാറുന്ന സീക്വൻസും ഉണ്ട്, അമിനോ ആസിഡായിട്ട് മാറാത്ത സീക്വൻസും ഉണ്ട്. അപ്പോൾ അതിന് ഓരോന്നും ഓരോ പേര് കൊണ്ട് വിശേഷിപ്പിക്കും. ഈ കാണുന്ന നോൺ കോഡിംഗ് സീക്വൻസുകൾ, അതാണ് ഇതാ ഇവിടെ ഈ സൂചിപ്പിക്കുന്നത് ഇൻറ്ററപ്റ്റഡ് സീക്വൻസസ്, ഇൻറ്ററപ്റ്റഡ് കോഡിംഗ് സീക്വൻസ്. അതായത് പ്രോട്ടീൻ സിന്തസിസിന് ഈ സീക്വൻസുകൾ ആവശ്യമില്ല. ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ളത് GCC എന്ന് പറയുന്ന ഈ ഒരു കോഡോൺ. GCC എന്ന് പറയുന്ന ഈ ഒരു കോഡോൺ ഇത് പ്രോട്ടീനിനെ കോഡ് ചെയ്യുന്ന കോഡോൺ അല്ല എന്ന് നമ്മൾ കണക്കാക്കിയാൽ അതിനെ നമുക്ക് എന്ത് പേരിൽ വിളിക്കാം? നോൺ കോഡിംഗ് സീക്വൻസ് എന്ന് വിളിക്കാം. നോൺ കോഡിംഗ് ആവശ്യമില്ല, കോഡ് ചെയ്യുന്നില്ല, കോഡ് ചെയ്യാത്ത സീക്വൻസുകളാണ്, അതിനെ നോൺ കോഡിംഗ് സീക്വൻസ് എന്ന് വിളിക്കുന്നു. ഇനിതാ ഇവിടെ കാണുന്ന സീക്വൻസുകൾ, ഈ കാണുന്ന സീക്വൻസുകളെല്ലാം ഇത് മുതൽ GCCAA ഈ തുടങ്ങുന്ന ഇത് മുതൽ ഇതുവരെയുള്ള ഈ മാർക്ക് ചെയ്തിരിക്കുന്ന റീജിയൻസിലുള്ളത് എല്ലാം പ്രോട്ടീനിനെ കോഡ് ചെയ്യുന്ന സീക്വൻസ് ആണെന്ന് വിചാരിക്കുക. അതിനെ എന്ത് പേരിൽ വിളിക്കാം? കോഡിംഗ് സീക്വൻസ് എന്ന് വിളിക്കാം. അപ്പോൾ ഒരു സിസ്ട്രോണിൽ
ഈ കോഡിംഗ് സീക്വൻസും അതിനിടയിലായിട്ട് ഇതിൻ്റെ ഇടയിലും വരാം നോൺ കോഡിംഗ് സീക്വൻസ്. ഇപ്പോൾ രണ്ട് സൈഡിലായിട്ട് കാണിച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ കോഡിംഗ് സീക്വൻസും, ഇപ്പോൾ ഇതൊരു കോഡിംഗ് സീക്വൻസ് ആണ് ഇതിനിപ്പുറത്തുള്ളത് എന്ന് ആ രീതിയിൽ പറയും പോലെ രണ്ട് ഈ കോഡിംഗ് സീക്വൻസിൻ്റെ ഇടയിലും നോൺ കോഡിംഗ് സീക്വൻസ് വരാം. അപ്പോൾ മോണോസിസ്ട്രോണിക് സ്ട്രക്ചറൽ ജീൻസ് ഹാവ് ഇൻറ്ററപ്റ്റഡ് കോഡിംഗ് സീക്വൻസസ്. ദാറ്റ് ഈസ് ദ ജീൻസ് ആർ സ്പ്ലിറ്റ്, ഓർ ദ ജീൻസ് വിത്ത് കോഡിംഗ് സീക്വൻസസ് ആൻഡ് ജീൻസ് വിത്ത് നോൺ കോഡിംഗ് സീക്വൻസസ്. അപ്പോൾ ഇതിന് ഓരോന്നും ഓരോ പേര് കൊണ്ട് വിശേഷിപ്പിക്കാറുണ്ട്. എക്സോൺസ് എന്നും ഇൻട്രോൺസ് എന്നുമാണ് ആ പേര്. The coding sequence or expressed sequence of cistron are called exons. അപ്പോൾ ഈ കാണുന്ന സീക്വൻസുകളെല്ലാം അമിനോ ആസിഡുകളായിട്ട് മാറുന്ന സീക്വൻസുകളാണ്. ആ സീക്വൻസുകളെ വിളിക്കുന്ന പേരാണ് എക്സോൺസ്. ഇനി ഇതാ ഈ കാണുന്ന സീക്വൻസ് ഇത് അമിനോ ആസിഡായിട്ട് മാറില്ല. ആ സീക്വൻസിനെ വിളിക്കുന്ന പേരാണ് സിസ്ട്രോൺസ്. നോൺ ഇൻട്രോൺസ്. The non-coding sequence of cistrons are called introns or intervening sequences. Intronsന്റെ expanded form ആണ് intervening sequences. അപ്പോൾ ഒരു സിസ്ട്രോണിൽ രണ്ട് ടൈപ്പ് ജനറ്റിക് സീക്വൻസുകൾ കാണാം. ഇൻട്രോൺസും കാണാം, എക്സോൺസും കാണാം. ഇൻട്രോൺസിന് നോൺ കോഡിംഗ് സീക്വൻസസ് എന്നും എക്സോൺസിന് കോഡിംഗ് സീക്വൻസസ് എന്നും വിളിക്കും. ഓർക്കുക, കോഡിംഗ് സീക്വൻസ് ആണ് ശരിക്കും അമിനോ ആസിഡ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സീക്വൻസസ്. നോൺ കോഡിംഗ് സീക്വൻസസ് അമിനോ ആസിഡിനെ റെപ്രസെൻ്റ് ചെയ്യില്ല. അപ്പോൾ RNA പ്രോസസ്സിംഗ് എന്നുള്ള ഒരു പരിപാടി RNA ഉണ്ടായതിന് ശേഷമുണ്ട്, നമുക്ക് വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആ ഒരു പ്രോസസ്സിംഗ് നടക്കുമ്പോഴത്തേക്കും ഈ ആവശ്യമില്ലാത്ത ഇൻട്രോൺസിനെ റിമൂവ് ചെയ്തിട്ട് എക്സോൺസുകളെല്ലാം കൂട്ടിച്ചേർക്കും. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. ഇപ്പോൾ മനസ്സിലാക്കുക, ഈ ഒരു സിസ്ട്രോണിൽ ഇൻട്രോൺസും ഉണ്ട്, എക്സോൺസും ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ കാണുന്ന യൂണിറ്റിനെ, ഒറ്റ പ്രോട്ടീനിനെ കോഡ് ചെയ്യുന്ന ഭാഗമാണിത്. ഇതിനെ വിളിക്കുന്ന പേരാണ് മോണോസിസ്ട്രോണിക് യൂണിറ്റ്. അത് യൂക്കാരിയോട്സിലാണ് ഇത്തരം മോണോസിസ്ട്രോണിക് യൂണിറ്റ് കാണുന്നത്. അതായത് ഒരു പ്രൊമോട്ടറിനും ഒരു ടെർമിനേറ്ററിനും ഇടയിലുള്ള സീക്വൻസ് ഓൺലി വൺ പ്രോട്ടീനിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്തരം സീക്വൻസുകൾ കാണുന്നത് യൂക്കാരിയോട്സിലേ കാണത്തുള്ളൂ. പ്രോകാരിയോട്സിലാണെങ്കിൽ അത് പോളിസിസ്ട്രോണിക് യൂണിറ്റ്സ് ആയിരിക്കും. അതായത് ഒരു പോർഷനിൽ തന്നെ ഒന്നിലധികം പ്രോട്ടീനിനെ ഡിനോട്ട് ചെയ്യുന്ന സിസ്ട്രോൺസ് ഉണ്ടാകും. അപ്പോൾ ഇതൊരു പ്രൊമോട്ടർ റീജിയൻ ആണ്, ഇതൊരു ടെർമിനേറ്റർ റീജിയൻ ആണ്. ഇതൊരു പ്രോകാരിയോട്ടിക് DNA സെഗ്മെൻ്റ് ആണെന്ന് കണക്കാക്കിയാൽ ഇവിടെ ഇത്രയും പോർഷനിൽ നിന്നും ഒരു പ്രോട്ടീൻ സിസ്ട്രോൺ 1, ഇവിടെ നിന്നും ഒരു പ്രോട്ടീൻ ഉണ്ടാകും. ഈ പോർഷനിൽ നിന്നും സിസ്ട്രോൺ 2 രണ്ടാമത്തെ പ്രോട്ടീൻ ഉണ്ടാകും. ഇതിൽ നിന്നും സിസ്ട്രോൺ 3 മൂന്നാമത്തെ പ്രോട്ടീൻ ഉണ്ടാകും. ദിസ് ഈസ് ദ സ്ട്രക്ചറൽ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഓഫ് ബാക്ടീരിയ ഓർ പ്രോകാരിയോട്സ്. അപ്പോൾ പ്രോകാരിയോട്സിലാണ് ഇത്തരം സ്ട്രക്ചറൽ യൂണിറ്റ്സ് കാണാൻ സാധിക്കുന്നത്. യൂക്കാരിയോട്സിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് മോണോസിസ്ട്രോണിക് ആണ്. പ്രോകാരിയോട്സിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് പോളിസിസ്ട്രോണിക് ആണ്. മോണോസിസ്ട്രോണിക് യൂണിറ്റിലാണ് പ്രോസസ്സിംഗ് നടന്നിട്ട് മെച്ചുറായിട്ടുള്ള RNA വരുമ്പോൾ ഇൻട്രോൺസിനെ റിമൂവ് ചെയ്തിട്ട് എക്സോൺസിനെ എല്ലാം കൂടെ കൂട്ടിച്ചേർക്കും. എന്നാൽ ആ ഒരു പ്രോസസ്സ് RNA സ്പ്ലൈസിംഗ് എന്നാണ് ആ പ്രോസസ്സിനെ വിളിക്കുന്നത്. ആ ഒരു പ്രോസസ്സ് യൂക്കാരിയോട്സിലേ കാണാൻ സാധിക്കുകയുള്ളൂ. പ്രോകാരിയോട്സിൽ ആ ഒരു പ്രോസസ്സ് കാണാൻ സാധിക്കില്ല. പ്രോകാരിയോട്സിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് പോളിസിസ്ട്രോണിക് യൂണിറ്റ് ആണ്. For video lessons, please subscribe TLP's biology classes. Thank you.